Hello everyone, welcome back. This is Niranjana here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വാച്ച് ഹോളാണ്. ഈ ഒരു ബോക്സ് നിറയെ വാച്ചുകളാണ്. ഈ ബോക്സ് ഇസ് ഓൾസോ ഗുഡ്. ഇതിനകത്ത് അറ്റ് എ ടൈം 12 വാച്ചും പിന്നെ ഈ ഒരു ചെറിയൊരു പൗച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ ഡിജിറ്റൽ വാച്ചസ് ഒക്കെ സ്റ്റോർ ചെയ്യാം. ലീഡോ എന്നൊരു ബ്രാൻഡാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് വാച്ച് കേസസും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം ഓരോന്നിൻ്റെയും കേസ് സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആൻഡ് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡേയും വൈഫിനെയും ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഞങ്ങളുടെ വാച്ചുകളെല്ലാം ഒന്നിച്ചങ്ങ് ടേബിളിൽ അങ്ങ് വെക്കും. കാരണം ഡെയിലി വാച്ച് യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് ഇറ്റ് ബിക്കംസ് എ നെസസിറ്റി. സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് വൺ, എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് വാച്ചും ഇതായിരിക്കും ആസ് ഓഫ് നൗ. കാസിയോയുടെ AM1000 റേഞ്ചിൽ വരുന്ന ദിസ് ഇസ് എ ഡിജിറ്റൽ വാച്ച് ആൻഡ് ഇറ്റ് ഇസ് ലൈക്ക് എ വിൻറ്റേജ് കളക്ഷൻ. ഒരു എന്താ പറയുക, ഒരു ഓൾ ടൈം ഫേവറേറ്റ് ഹിറ്റ് കളക്ഷനാണ്. ദിസ് വൺ പ്രൈസ്ഡ് അറ്റ് 12,000 rupees. അപ്പോൾ കാസിയോയുടെ തന്നെ ഈ ഒരു ഡയൽ ഷേപ്പ് ഭയങ്കര കോമൺ ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാസിയോയുടെ ഒരു ട്രേഡ് മാർക്ക് ഷേപ്പാണ്. 1000 റേഞ്ചിനകത്തും ഇതിൻ്റെ വാച്ചസ് അവൈലബിൾ ആണ്. മോസ്റ്റ്ലി യു വിൽ സീ ഇറ്റ് ഇൻ സിൽവർ അങ്ങനെ. പിന്നെ ഒരു 4,000 5,000 റേഞ്ചിലും യു ഗെറ്റ് ദ റോസ് ഗോൾഡ് ഫിനിഷുള്ള വാച്ച്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഷൈൻ ഉള്ളൊരു ഡയലുണ്ട്. ഇറ്റ്സ് കോൾഡ് ദ മദർ ഓഫ് പേൾ ഇറിഡിസെൻറ്റ് ഡയൽ. അപ്പോൾ ഈ ഡയലാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഞാനത് വാങ്ങിയിട്ട് 2-3 വീക്സ് ആയിട്ടേ ഉള്ളൂ. സെൽഫ് ഗിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ചെയിൻ കട്ട് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ലുക്ക്. എനിക്കിപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഐ അബ്സല്യൂട്ട്ലി ലവ് ദിസ് പീസ്. ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഇങ്ങനത്തെ ഒരു ക്ലാസിക് പീസ് നിങ്ങളുടെ വാച്ച് കളക്ഷനിൽ ഉണ്ടായിരിക്കണം. സിൽവർ ഓർ ഗോൾഡ് ഡസൻറ്റ് മാറ്റർ. എന്തിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന ഇറ്റ് വിൽ ലുക്ക് സ്റ്റൈലിഷ്. ആൻഡ് എന്നെ പോലെ കുറച്ച് വലിയ കൈ ആണെങ്കിൽ എസ്പെഷ്യലി 39 to 40 mm ഡയലാണ്. ഇത് യൂണിസെക്സ് ഡിസൈനാണ്, പക്ഷേ കൂടുതലും ഞാൻ സ്ത്രീകൾ ഇട്ടിട്ടാണ് കണ്ടിട്ടുള്ളത്. കാസിയോ എന്ന് പറയുന്നത് ഇപ്പം വാച്ച് ഫ്രാൻസിൽ തന്നെ കാസിയോ, സീക്കോ ഇതൊക്കെ ആക്ച്വൽ വാച്ച് ബ്രാൻഡുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ബ്രാൻഡുകളാണ്. They care a lot about the functioning of the watch more than the design. അതേസമയം this design is good. അതേസമയം ബ്രാൻഡ്സ് ലൈക്ക് മൈക്കൽ കോഴ്സ്, ഫോസിൽ ഓർ ഈവൻ ടൈറ്റൻ ഫോർ ദാറ്റ് മാറ്റർ, ഫാസ്റ്റ് ട്രാക്ക് ഇതൊക്കെ തന്നെയും ഫാഷൻ ബ്രാൻഡ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഭയങ്കര ക്രേസി വാച്ച് പീപ്പിളിന് ആ ബ്രാൻഡ്സ് അക്സെപ്റ്റഡ് ആയിരിക്കത്തില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ബട്ട് ഐ വാണ്ടഡ് ടു ഫീൽ എ റിയൽ വാച്ച്. അങ്ങനെയാണ് ഞാൻ ഇത് പിക്ക് ചെയ്തത്. ആൻഡ് ഐ എം റിയലി ഹാപ്പി. കുറച്ച് ടാൻഡ് ആയിട്ടുള്ള എൻ്റെ സ്കിൻ ടോണുമായിട്ട് ഈ കളർ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെ സിൽവർ അവൈലബിൾ ആണ്. ഇത്രയും റോസ് ഗോൾഡ് അല്ലാത്തൊരു ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് മെഷ് അല്ലാത്ത വേറെ ടൈപ്പ് ചെയിൻ അവൈലബിൾ ആണ്. നമ്മുടെ ടിപ്പിക്കൽ സ്റ്റാപ്പ് ഉണ്ടല്ലോ, മറ്റേ ഇൻ്റർലോക്ക് പോലെ വരുന്ന സ്റ്റാപ്പ്, അത് അവൈലബിൾ ആണ്. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. എനിക്കെന്തോ മെഷ് സ്റ്റാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദ ഡിസൈൻ ഓൾസോ ലുക്സ് റിയലി നൈസ്. എൻ്റെ ഒരു വാച്ച് ക്രേസി കസിൻ ഉണ്ട്. ഇപ്പോൾ കസിൻ എനിക്ക് ഉപദേശിച്ചു തരും കാസിയോ 2 വർഷമൊന്നുമല്ല, അത് അങ്ങനെ ഇരിക്കും, കുഴപ്പമില്ല എന്നുള്ളത്. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട് ദർ ഇസ് എ റീസൺ വൈ ഐ ബോട്ട് ദിസ്. ബിക്കോസ് ഇതുമായിട്ട് സിമിലർ ആയിട്ട് ഇൻസ്പയർഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഡ്യൂപ്പെന്ന് ഞാൻ പറയില്ല. സൊണാറ്റയുടെ ഒരു വാച്ച് ഞാൻ വാങ്ങിച്ചു. അത് വാങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒറിജിനൽ വേണമെന്ന് തോന്നിയത്. അപ്പോൾ ഈ സൊണാറ്റയാണ് എന്നെ ഈ കാസിയോയിൽ കൊണ്ടെത്തിച്ചത്. സൊണാറ്റ പോസ് എന്നൊരു റേഞ്ച് ഉണ്ട്. ഈ റേഞ്ച് എന്ന് വെച്ചാൽ ഒരു 2000 താഴെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വാച്ചുകളാണ്. കാസിയോയുടെ ഒരു അടുത്ത റിലേറ്റീവായിട്ട് വരും ഈ ഡിസൈൻ. ഭയങ്കര സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഹെവിലി ഇൻസ്പയർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഹെവിലി ഇൻസ്പയർഡ് ആണ്. ബട്ട് ദ ഡിഫറൻസ് ബീങ് ഇത് കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള വാച്ചാണ്. ആ ഫിറ്റ് ആൻഡ് ഫീൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം. സൊണാറ്റ ഐ വുഡൻറ്റ് കോൾ ഇറ്റ് ചീപ്പ്. 1700 എങ്ങാണ്ടാണ് ഇതിൻ്റെ പ്രൈസ്. ദിസ് ഇസ് 12K. സോ ആ പ്രൈസ് ഡിഫറൻസ് ഇസ് ദെയർ. ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു പ്രീമിയം ഫീൽ അല്ല ഇതിൽ കിട്ടുന്നത്. ബട്ട് ഒരു സ്റ്റാൻഡ് ലോൺ വാച്ചായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ്. ഇതും ഗോൾഡനിൽ അവൈലബിൾ ആണ്. ഇത് ഒരു തരം റോസ് ഗോൾഡ് അല്ല, ഒരു പേർപ്പിളിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. എത്രത്തോളം ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നു എന്നറിയില്ല. ഡയലിലാണെങ്കിൽ ഒരു ചെറിയ ഷൈനുണ്ട്. മെഷാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. ആൻഡ് ഡയൽ ഇസ് ഓൾസോ വെരി പ്രിറ്റി. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഡയലാണ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞില്ല, ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. സോ ഇതിൻ്റെയും ഇത് ഞാൻ സൈസ് കറക്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. കുറച്ചുകൂടെ ചെറിയ റിസ്റ്റ് ആണെങ്കിൽ, എൻ്റെ റിസ്റ്റിന് ഇത് ഓക്കെയാണ്. പക്ഷേ ഐ തിങ്ക് കുറച്ചും കൂടെ മെലിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ ഈ വാച്ച് കുറച്ചുകൂടെ ബൾക്കി ആയിട്ട് നിൽക്കും. എങ്ങനെ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രയോറിറ്റി. ഐ തോട്ട് ഒറിജിനൽ വന്നു കഴിയുമ്പോൾ ഞാൻ അതങ്ങ് കൊടുക്കും. പക്ഷേ ഇല്ല, ഞാൻ രണ്ടും കീപ്പ് ചെയ്തു. ഇത് കുറച്ചും കൂടെ മേ ബി ഒരു ഡെയിലി വെയർ പോലെ ആയിരിക്കും, ഞാൻ റഫ് പോലെ ആയിരിക്കും യൂസ് ചെയ്യുക. ആൻഡ് ദിസ് വുഡ് ബി മോർ ലൈക്ക് എ സ്പെഷ്യൽ യൂസ് സോർട്ട് ഓഫ് തിങ്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ബൈ സൊണാറ്റ. ഈ ഡിസൈൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് വരും പോകും അങ്ങനെയാണ്. മൈ ഹസ്ബൻഡ് ഗിഫ്റ്റഡ് മീ ദിസ് വാച്ച്, ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഈ സ്റ്റോൺസ് കളർ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇത് 2 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതും പിന്നെ വൈറ്റും. പിന്നെ ഇതുപോലെ സ്റ്റോൺ വരുന്ന ബ്രേസ്ലെറ്റ് ടൈപ്പ് വാച്ചസ് സൊണാറ്റയ്ക്ക് കുറച്ചായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ഡിസൈൻസ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ഗുഡ്. ഇത് എനിക്ക് കുറച്ച് തടിയുള്ള റിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇതിവിടെ കിടക്കുള്ളൂ. പല ആൾക്കാർക്കും ഇതിവിടെ കിടക്കും. പക്ഷേ എനിക്ക് എന്തായാലും ഈ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ ഇത് ഇട്ടുകൊണ്ട് പോയാലും പീപ്പിൾ ആസ്ക് മീ എവിടെ നിന്നാ, അല്ലെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് പോസ്റ്റ് ചെയ്തൊക്കെ എനിക്ക് ഒരുപാട് ക്വയറീസ് വരുന്നൊരു വാച്ചാണ്. ഇതിൻ്റെ സ്റ്റോൺ കളർ ആണെങ്കിലും ഫിനിഷ് ആണെങ്കിലും ഒരു റോസ് ഗോൾഡ് കളറാണ്.
ആൻഡ് ഐ തിങ്ക് ദാറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. ഈ ബ്രേസ്ലെറ്റ് പോലെയാണ്, ഇടാനായിട്ടും കംഫർട്ടബിൾ ആണ്, ഊരിയെടുക്കാനും കംഫർട്ടബിൾ ആണ്. ആൻഡ് സ്റ്റോൺ കളർ ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ തന്നെ ദിസ് ഇസ് വെരി വെരി പ്രിറ്റി. പിന്നെ ഉള്ളത് ഫ്രഞ്ച് കണക്ഷൻ. ദിസ് ഇസ് ഓൾസോ കംപ്ലീറ്റ്ലി ഫാഷൻ ബ്രാൻഡാണ്. ഭയങ്കര വാച്ച് പ്രേമികൾക്ക് ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, പക്ഷേ എനിവേ ഈ സെർപ്പൻറ്റൈൻ വാച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ആ സെർപ്പൻറ്റൈൻ വാച്ചിൻ്റെ ഒറിജിനലിൻ്റെ ഡ്യൂപ്പ് പോലെയാണ്. സോ ഐ ഹാവ് 2 സെർപ്പൻറ്റൈൻ വാച്ച് ഇൻസ്പയർഡ് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒറിജിനൽ ഐ തിങ്ക് ദ പ്രൈസ് അറൗണ്ട് 30 lakhs ആ റേഞ്ചിലാണ്. സോ ഡെഫിനറ്റ്ലി നോട്ട് ഫോർ മീ, അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതല്ലാതെ വേറെ ചില ബ്രാൻഡ്സ് ഉണ്ട്, ഐ ഫോർഗോട്ട് ദ നെയിം. അത് യു വിൽ ഗെറ്റ് ഇറ്റ് അറൗണ്ട് ഐ തിങ്ക് 25K 30K റേഞ്ചിലാണ്. അത് കുഡൻറ്റ് കൺവിൻസ് മൈസെൽഫ് ടു ഗെറ്റ് ഇറ്റ്. അങ്ങനെ ഐ തോട്ട് ഇറ്റ്സ് ഓക്കെ, ഇതൊരു ഫാഷൻ രീതിയിലാണ് ഞാൻ ഇടുന്നത്. സോ ദിസ് ഇസ് ബൈ ഫ്രഞ്ച് കണക്ഷൻ. ഇത് രണ്ടും, ഇത് ഹോങ്കോങ് ബേസ്ഡ് ബ്രാൻഡാണ്, അവൈലബിൾ ഇൻ ഇന്ത്യ. ആൻഡ് ദീസ് ആർ ദ 2 വാച്ചസ്. ഈ ഗ്രീൻ ഇസ് മൈ അബ്സല്യൂട്ട് ഫേവറേറ്റ്. എനിക്ക് എൻ്റെ ഡയല് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റോൺസ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി റോസ് ഗോൾഡ് ആൻഡ് സിൽവർ ഇങ്ങനെ മിക്സ് ചെയ്താണ് ലൈൻസ് വരുന്നത്. അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇടാനാണെങ്കിലും ബ്രേസ്ലെറ്റ് പോലെ ആയതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇതും ഞാൻ എവിടെ ഇടുമ്പോഴും ആരെങ്കിലുമൊക്കെ ചോദിക്കും, നല്ല വാച്ചാണ്, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചോദിക്കും. 3 ലെയറും അവൈലബിൾ ആണ്, പക്ഷേ അതെനിക്ക് ഭയങ്കര കെട്ട് പോലെ തോന്നി. സോ ഫോർ മീ ദിസ് 2 ലെയർ ഇസ് ഗുഡ് ഇനഫ്. ആൻഡ് ഇത് തന്നെ ബ്ലൂ ഡയൽ, മെറൂൺ ഒക്കെ അവൈലബിൾ ആണ്. ഐ റിയലി ലൈക്ക് ദ ഗ്രീൻ ഡയൽ ആൻഡ് ഐ തിങ്ക് ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. ഈ സ്റ്റോൺസും കൂടെ വരുമ്പോഴാണ് അതിനെ കുറച്ചും കൂടി ഒരു ഭംഗി വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഒരു മെഷ് പോലത്തെ ഒരു ഡിസൈനിലാണ് ഞാൻ രണ്ടാമത്തെ വാച്ച് വാങ്ങിച്ചത്. സോ ഇത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ സ്റ്റോൺസ് പോകുന്നുണ്ട്. അതല്ലാതെ ഇവിടെയും ഗോൾഡൻ ആൻഡ് റോസ് ഗോൾഡ് മിക്സ് കളറിലാണ് വരുന്നത്. നല്ലതല്ലേ? ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് ഡിസൈൻ. ഭയങ്കര പ്രിറ്റിയാണ് കാണാനായിട്ട്. ആ സ്റ്റോൺസ് ആണെങ്കിലും ഇടാൻ കംഫർട്ടബിളാണ്. നിങ്ങളിപ്പം തടി കുറച്ചുകൂടെ കുറവാണെങ്കിൽ കുറച്ചുകൂടെ കൂടെ നീക്കി ഇടാം, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഒരു ബ്രേസ്ലെറ്റും വാച്ചും കൂടെ ഇൻ വൺ ഗോ ഉള്ളതുപോലെയാണ്. ഭയങ്കര ഒരു ഗോഡി ഗിമിക്കി ലുക്കല്ല, കുറച്ചൊരു അണ്ടർസ്റ്റേറ്റഡ് ലുക്കാണ് തരുന്നത്. സോ ഐ ലൈക്ക് ഇറ്റ്. ആൻഡ് ഇടാനും ഊരാനും ഒക്കെ കംഫർട്ടബിളാണ്. പിന്നെ ഫ്രഞ്ച് കണക്ഷൻ പോലത്തെ ബ്രാൻഡ്സിന് എനിക്ക് ട്രസ്റ്റ് ഉള്ളത്. ഇതുപോലെ ചില ബ്രാൻഡുകൾ ഞാൻ ഫ്യൂ ഇയേഴ്സ് എഗോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചീത്തയാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചീത്തയായിട്ടില്ല. സോ അതൊരു വൺ ഓഫ് ദി മെയിൻ റീസൺസ് വൈ ഐ ട്രസ്റ്റ് ദ ബ്രാൻഡ്. ആൻഡ് അതർ വാച്ച് ദ ഐ വാണ്ട് ടു ഷോ അഗൈൻ ബൈ സൊനാറ്റ പോസിൻ്റെ. ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വൈറലായൊരു ഡിസൈനാണ്. നോർത്തേൺ സ്കൈ ഉണ്ടല്ലോ, ഔറോറ ലൈറ്റ്സ്, അത് ഇൻസ്പയർഡ് ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ദിസ് വൺ ഇസ് അറൗണ്ട് 1700 rupees. ഇത് മിക്കവാറും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, പക്ഷേ സ്റ്റോക്കിൽ വരുമ്പോൾ കയറി വാങ്ങിച്ചോളുക എന്നുള്ളതാണ്. ഐ ലവ് ദാറ്റ്. ആ ഡയലിൻ്റെ ആ ഒരു ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാച്ചിൻ്റെ. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വാച്ചാണ്. ഇതും ഞാൻ ഓഫീസിലൊക്കെ ഇടുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ഹായ് കൊള്ളാലോ, ക്യൂട്ടാണല്ലോ എന്ന് പറയും. ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഷേപ്പിലൊരു ഡയൽ കണ്ടിട്ടില്ല. പിന്നെ ആ ഷൈൻ ആണെങ്കിലും നല്ല ഭംഗിയാണ്. നല്ലൊരു ടീൽ ബ്ലൂ കൈൻഡ് ഓഫ് കളറാണ്. എനിക്കിതിഷ്ടമാണ്. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എവിടെ ഇട്ടുകൊണ്ട് പോയാലും ആസ് ഐ സെറ്റ് സമ്മൺ വിൽ ആസ്ക് ഹായ് കൊള്ളാലോ ഏതാണെന്നൊക്കെ ചോദിക്കും. ആൻഡ് സൊനാറ്റ ആസിറ്റ് ഇസ് എ ഗുഡ് ബ്രാൻഡ്. പോസ് എന്ന് പറയുന്നത് ഇപ്പം ഫാസ്റ്റ് ട്രാക്കിൻ്റെ VYB എന്നൊരു റേഞ്ച് ഉണ്ട്, ഒരു അണ്ടർ 2000 റേഞ്ചിൽ വരുന്ന വാച്ചസ്. അതുപോലെയാണ് സൊനാറ്റ പോസ് എന്നാണ് എനിക്ക് തോന്നിയത്. കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കുറച്ച് അഫോർഡബിൾ വാച്ചസ് വേണം എന്നുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് സൊനാറ്റ പോസ്. സോ ഇതെനിക്ക് ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും, പക്ഷേ കിട്ടാനാണ് പാട്. ആൻഡ് ദെൻ ദിസ് വാച്ച്, ഇത് അമ്മയുടെ വാച്ചാണ്. ഇന്ന് ആക്ച്വലി അമ്മ നാട്ടിലൊരു കല്യാണം കൂടാൻ പോയിരിക്കുകയാണ്. ഞാൻ ഈ വാച്ച് കൊടുത്തു വിട്ടില്ല, എനിക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമ്മയടുത്ത് പഴയ വാച്ച് കെട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അത്ര ക്രൂരയാണ് ഞാൻ എന്തായാലും. സോ ദിസ് ഇസ് ദ വാച്ച്. ഇത് റീസെൻ്റ്ലി വാങ്ങിയതാണ്, ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആണ്. അമ്മയ്ക്ക് ഭയങ്കര തിൻ റിസ്റ്റാണ്. ആൻഡ് ഷീ ലൈക്സ് ഇങ്ങനത്തെ ഈ ഓവൽ ഇങ്ങനത്തെ ഷേപ്സാണ് ആൾക്ക് എപ്പോഴും ആളുടെ വാച്ച് പ്രിഫറൻസ് അങ്ങനെയാണ്. സോ ആൻഡ് ഈ ഡയൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇറ്റ്സ് വെരി പ്രിറ്റി നേരിട്ട് കാണാനായിട്ട്. ഇതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. റോസ് ഗോൾഡ്, കുറച്ച് സിൽവറിഷ് പോലെ, പ്രിറ്റി ഹെവി. എനിക്കിത് കയ്യിൽ കെട്ടി കാണിക്കാൻ പറ്റില്ല, കാരണം അമ്മയുടെ റിസ്റ്റിൻ്റെ സൈസിന് ഇത് ഓൾറെഡി കട്ട് ചെയ്തു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഈവൻ എൻ്റെ റിസ്റ്റിനും ഇറ്റ് ലുക്സ് ഫൈൻ, പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും വാച്ച് എക്സ്ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബട്ട് യാ, എനിക്കിതിൻ്റെ ഫീലൊക്കെ ഇഷ്ടപ്പെട്ടു. തിക്നെസ് ആണെങ്കിലും 4000 താഴെ റേഞ്ച് വരുന്ന 3995 അങ്ങനെ എന്തോ റേഞ്ചിൽ വരുന്നൊരു വാച്ചാണ്. ആൻഡ് ഷീ ലൈക്സ് ദിസ് വാച്ച് വെരി മച്ച്. സോ യാ, ദിസ് ഇസ് പ്രിറ്റി. ദെൻ എനിക്ക് ഫാസ്റ്റ് ട്രാക്കിൻ്റെ 3 വാച്ചസ് കാണിക്കണം. ഇതിനകത്ത് ദിസ് വൺ ഐ ഗോട്ട് ബാക്ക് ഇൻ 2021. ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് ഓടുന്നുണ്ട്. എന്തോ ഒരു ചാമുണ്ട് ഈ വാച്ചിന്. എനിക്ക് എൻ്റെ കളറാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു യൂണിസെക്സ് ഡിസൈൻ പോലെയാണ്. ഇതുവരെ കളർ പോകില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതർ വാച്ച് ഫ്രം ഫാസ്റ്റ് ട്രാക്ക്. ഇത് എനിക്ക് വെഡ്ഡിങ്ങിന് എൻ്റെ കൊളീഗ്സിൻ്റെ ഒരു ഗ്രൂപ്പ് എനിക്ക് ഗിഫ്റ്റ് തന്ന വാച്ചാണ്. ഒരു പിങ്കിഷ് ഡയലാണ്, പക്ഷേ ദൂരെ നോക്കുമ്പോൾ ഒരു റോസ് ഗോൾഡ് ഡയൽ പോലെ തോന്നും. മണിക്കൂർ സൂചിയുടെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയാണ്. ജസ്റ്റ് വെയർ ഇറ്റ് ആൻഡ് ഗോ. എല്ലാ ഉടുപ്പിൻ്റെ കൂടെയും ചേരും, എല്ലാ സ്റ്റൈലിൻ്റെ കൂടെയും ചേരും. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു നോ ബ്രെയിനർ കാഷ്വൽ വാച്ചാണ്. എനിക്ക് അങ്ങനെ ഒരു വാച്ച് ഇല്ലായിരുന്നു. ഇപ്പോൾ 2 കയ്യിൽ വാച്ച് കെട്ടിയ പോലെ അല്ലേ. ഈ വാച്ച് ഞാൻ ഓൾറെഡി കെട്ടിയിരുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പം ദാറ്റ് ഇസ് ഹൗ ഐ യൂസ് ഇറ്റ്.
വെരി ക്ലാസിക് ഡിസൈൻ. യു കനോട്ട് റിയലി ഗോ റോങ് വിത്ത് ദിസ് ഡിസൈൻ. പിന്നെ ഉള്ളത് ഈ വാച്ച്. ഇത് എനിക്ക് എൻഗേജ്മെൻറ്റിന് എൻ്റെ ഒരു ഫ്രണ്ടല്ല ചേച്ചി ഗിഫ്റ്റ് തന്നതാണ്. പുള്ളിക്കാരി ഫാസ്റ്റ് ട്രാക്ക് ഫാനാണെന്ന് തോന്നുന്നു. എനിക്ക് കല്യാണത്തിന് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു ബാഗും ഗിഫ്റ്റ് തന്നു. ആൻഡ് ദിസ് ഇസ് ദ വാച്ച് ഷീ ഗിഫ്റ്റഡ്. ഒരു വയലറ്റ് പർപ്പിളിഷ് കളർ ഡയലാണ്, റൗണ്ട് ഡയലാണ് ഇത്. ഇപ്പം ഞാനൊരു ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിൽ അയ്യോ ഈ ഡയൽ എൻ്റെ വലിയ കൈക്ക് ചെറുതല്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചേനെ. പക്ഷേ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഒബ്വിയസ്ലി അങ്ങനത്തെ തോട്ടൊന്നുമില്ല. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ഇറ്റ് ലുക്സ് വെരി ക്യൂട്ട്. നല്ലൊരു ഷൈൻ ഉണ്ട് അത് കാണാനായിട്ട്. എൻ്റെ കൈയുടെ സൈസുമായിട്ടൊക്കെ യോജിക്കുന്നുണ്ട്. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. ഒരു വെയിറ്റ് ഫീൽ ചെയ്യും. ലൈക്ക് ഫീൽസ് ഗുഡ്. അപ്പം എനിക്കാണെങ്കിൽ ആ പേർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമാണ്. ആളത് എങ്ങനെ അറിഞ്ഞെടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ലവ് ദ പേർപ്പിൾ കളർ ആൻഡ് ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും ഇറ്റ് ലുക്സ് റിയലി നൈസ്. സോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചുംബക് എന്നുള്ള ബ്രാൻഡിൻ്റെ വാച്ചാണ്. ഈ 2 വാച്ചസും റൈറ്റ് നൗ ഡിസൈൻസ് അവൈലബിൾ അല്ല. പക്ഷേ ചുംബക്കിൻ്റെ വാച്ചസ് എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു. ഈ വാച്ചുകൾ ഞാൻ 2021 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഐ വാസ് ലൈക്ക് ഓക്കെ വാങ്ങി 1 വർഷം ഓടുമായിരിക്കും എന്ന് വിചാരിച്ചു. ഇതിപ്പം എത്രയായി? 5 വർഷമായി. ഒരു വാച്ചിൻ്റെ ഇതിൻ്റെ എങ്ങാണ്ട് ബാറ്ററി മാറ്റിയോ, ഒരു തവണ എങ്ങാണ്ട് ബാറ്ററി മാറ്റി. അതാണ് എൻ്റെ ആകെയുള്ളൊരു ഓർമ്മ. ആൻഡ് ദിസ് ഇസ് ഹൗ ദ വാച്ചസ് ലുക്ക് ലൈക്ക്. ഇതിലാണെങ്കിൽ ഒരു ഷൈനി ഒരു സിലിക്കോൺ സ്ട്രാപ്പാണ്. ഒരു ഫ്ലോറൽ ഒരു ഡിസൈനാണ്. 36 mm, ഒരു 35-36 mm ഒരു സ്റ്റാൻഡേർഡ് സൈസാണ്. അപ്പോഴും ഇതിൻ്റെ സ്ട്രാപ്പ് ഇതിപ്പോൾ ചീത്തയാവും എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവാണ്. പക്ഷേ ഇതുവരെ അത് ചീത്തയായിട്ടില്ല. ആൻഡ് ദിസ് ദി അതർ വൺ. ഇത് വാങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എൻ്റെ ഡയലിൽ ചെടി കണ്ടിട്ട് മറ്റേ ഹെമ്പ് ചെടി പോലെ ഒരു കഞ്ചാവ് ലുക്ക് ഉണ്ട് എന്നൊക്കെ ആൾ പറഞ്ഞു. ഇത് കുറച്ചും കൂടെ ഒരു ബിഗ്ഗർ ഡയലാണ്, ബ്രൗൺ സ്ട്രാപ്പാണ്. ശരിക്കും ഇത്ര കൊല്ലം ഞാനിത് എല്ലാ വർഷവും ഉപയോഗിക്കും. ഒരുവിധം എല്ലാ മാസവും ഞാനിത് കെട്ടിയിട്ടുണ്ടാവും. പുറത്ത് പോകുമ്പോഴൊക്കെ ഒരുവിധം എല്ലോടൊക്കെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നൊരു ഡിസൈനാണ്. പക്ഷേ ഇതിൻ്റെ സ്ട്രാപ്പിനൊന്നും ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല. അബദ്ധം പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ ഐ ഡു തിങ്ക് ദാറ്റ് ചുംബക്കിൻ്റെ ചില വാച്ചസ് ആർ ഗുഡ്. സോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ചില ഡിസൈൻസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഫാൻസി ആണെന്ന് വിചാരിച്ചു, പക്ഷേ ഐ ആം പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ്. ഇത്ര നാളും അത് നിന്നു. ഇനി ചീത്തയായി പോയാലും എനിക്ക് നഷ്ടമല്ല. ഞാൻ 10,500 രൂപയല്ലേ കൊടുത്തുള്ളൂ. ഇവിടെ കുറച്ചൊരു പഴയ ഒരു ഡിസൈനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അജന്ത 2021 ആ സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് ഓടുന്നുണ്ട്. ഭയങ്കര ഒരു വിൻറ്റേജ് ലുക്കാണ് തരുന്നത്. നമ്മുടെ അമ്മമ്മയുടെ കയ്യിലൊക്കെ മിക്കവാറും കാണും ഈ ഡിസൈൻ. അങ്ങനെ വേണമെങ്കിൽ ഒരു വിൻറ്റേജ് കളക്ഷനായിട്ട് കൂട്ടാം. എനിക്കെന്തായാലും ആ കളറാണെങ്കിലും ആ സ്റ്റോൺ ആണെങ്കിലും എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ബ്രേസ്ലെറ്റ് കൈൻഡ് ഓഫ് ലുക്കുണ്ട്. അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. അജന്ത ക്വാർട്സ്. ഈ ക്ലോക്ക് കണ്ടിട്ടുണ്ട് ഞാൻ വീട്ടിൽ, വാച്ച് കണ്ടിട്ടില്ലായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ക്യൂരിയസ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. 1-2 കളേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ ബ്രൗൺ കളറിന് എന്തോ ഒരു ഭംഗിയുള്ളതുപോലെ തോന്നി കണ്ടപ്പോൾ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് സ്മാർട്ട് വാച്ചസ് ആണ്. അത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു സ്മാർട്ട് വാച്ച്. ഇതൊരിക്കൽ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. ദിസ് സ്മാർട്ട് വാച്ച് ഇസ് ബൈ ബോട്ട്. ഇതും ഞാൻ 2021 ഞാൻ കുറേ വാച്ച് വാങ്ങി. ഞാൻ എല്ലാം 21 എന്നാണ് പറയുന്നതല്ലേ. 21 ഡിസംബറിലാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പിന്നെ ഇത് ഏത് ബ്രാൻഡാണ്? ഫയർ ബോൾട്ട്. ഇത് ഹസ്ബൻഡിൻ്റെ എൻ്റെ ഞങ്ങളിങ്ങനെ മാറി ഇങ്ങനെ യൂസ് ചെയ്യും. ഗ്രീൻ കളർ. ഇങ്ങനത്തെ കുറച്ച് വാച്ചസ് ഉണ്ട്. ഇത് റെഗുലറായിട്ട് ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ നടപ്പ് ട്രാക്ക് ചെയ്യണം, ഹാർട്ട് ബീറ്റ് ട്രാക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോഴും വിൻറ്റേജ് വാച്ചുകളോടൊരു വല്ലാത്തൊരു സ്നേഹമാണ്. പിന്നെ വാച്ച് എൻ്റെ കയ്യിലുണ്ട്. ഇത് Q&Q എന്നൊരു ബ്രാൻഡ്. ഐ ഡോണ്ട് തിങ്ക് ദിസ് പർട്ടിക്കുലർ ഡിസൈൻ ഇസ് അവൈലബിൾ എനിമോർ. പക്ഷേ ഇത് ഭയങ്കര ഒരു ക്ലാസി ലുക്കാണ് ഈ വാച്ചിന്. ആ ബ്ലാക്കും ഗോൾഡനും കൂടെ ഒന്നിച്ച് വരുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ചില ഡ്രസ്സിൻ്റെ കൂടെ ഫോട്ടോയിൽ കാണുമ്പോൾ പലരും വാച്ച് എവിടെ നിന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ വാച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ എനിക്ക് സർപ്രൈസ് ആയിട്ട് തോന്നിയത്. ദിസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. എഗൈൻ യു കാൺ ഗോ റോങ് വിത്ത് ദിസ് ഡിസൈൻ. ഒരുവിധം പാർട്ടിക്കൊക്കെ നമുക്ക് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഏതൊരു ഇതിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. അതിൻ്റെ ഡയലാണെങ്കിലും നല്ല പ്രിറ്റിയാണ്. ഞാൻ നോക്കി, ഇപ്പോൾ ഈ വാച്ച് അവൈലബിൾ അല്ല. പക്ഷേ ഇതുമായിട്ട് സിമിലർ ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡിസൈൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഐ റിയലി ലൈക്ക് ദ ഡിസൈൻ. പിന്നെ ഇതാണ് ഞാൻ ആദ്യമായി ഞാൻ വാങ്ങുന്ന ഒരു എക്സ്പെൻസീവ് വാച്ച്. 2022 ഞാൻ വാങ്ങിച്ച ഫോസിലിൻ്റെ സെസൈലിനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു ഫേമസ് മോഡലായിരുന്നു ഫോസിലിൻ്റെ. ഒരു ബിഗ് ഡയൽ വിത്ത് സ്റ്റോൺസ് അറൗണ്ട് ഇറ്റ്. ആൻഡ് എനിക്കാണെങ്കിൽ എൻ്റെ വലിയ കൈക്ക് ബിഗ് ഡയൽ വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് പാർട്ടി വെയർ ആയിട്ട് ഞാൻ 22 തൊട്ട് എല്ലാ വർഷവും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചിലരൊക്കെ കൊള്ളാലോ, ലുക്സ് നൈസ് എന്നൊക്കെ പറയും. സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓൾ വെരി ഗുഡ്. അത്
ഇടാനാണെങ്കിലും ഊരാനാണെങ്കിലും ഈ 2 വാച്ചും കൂടെ ഞാനിങ്ങനെ ആലോചിക്കും ഇനിയൊരു പാർട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഏതായിരിക്കും ഇടുക, ഹൗ വിൽ ഐ ചൂസ് എന്നുള്ളത്. ഐ തിങ്ക് വളരെ ഗോഡി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗോ ഫോർ ദിസ് വൺ ബിക്കോസ് ഓഫ് ദ സ്റ്റോൺസ് ആൻഡ് എവറിത്തിങ്. കുറച്ചൊരു അണ്ടർസ്റ്റേറ്റഡ് ലുക്ക് ഓർ സാരി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഐ മൈറ്റ് ഗോ ഫോർ ദിസ്. എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ ന്യൂ ഫേവറേറ്റ് ഇതാണ്. പക്ഷേ ദിസ് ഹാസ് ഓൾവേസ് ബിൻ നമ്മൾ പറയില്ലേ, എത്ര പുതിയ സാധനങ്ങൾ വാങ്ങിയാലും ആദ്യമായി വാങ്ങുന്ന ചിലതിനോട് ഇഷ്ടം തോന്നുക, അതുപോലത്തെ ഒരു വാച്ചാണിത്. പിന്നെ എനിക്കങ്ങനെ മെൻസ് വാച്ച് ഇടുന്നതിനോട് നാണക്കേടൊന്നുമില്ല. ഹസ്ബൻഡിന് വേണ്ടി ഞാൻ വാങ്ങിക്കൊടുത്ത 2 വാച്ചുകളാണ്. എൻ്റെ ഗിഫ്റ്റ്സ് ആയിരുന്നു ഇത് രണ്ടും. എൻ്റെ വാച്ചിൽ നല്ല ടേസ്റ്റ് ആണെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്ത 2 വാച്ചും കൂടെ ഞാൻ കാണിക്കാം. വേണമെങ്കിൽ നമുക്കും ഇടാൻ കിട്ടും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഈ വലിയ കൈ ആയതുകൊണ്ട് ആ ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഇടും. സോ ദിസ് ഇസ് വൺ. ഇത് ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് ആൾക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിക്കൊടുത്തതാണ്. ഇതൊരു വളരെ ഒരു ഫേമസ് മോഡലാണ് ടൈറ്റാൻ്റെ. ബ്ലാക്ക് ഡയലാണ് വരുന്നത്, ബ്ലാക്ക് ആൻഡ് റോസ് ഗോൾഡ് ആൻഡ് ഒരു സിൽവർ. ആൾക്ക് ഇങ്ങനെ ഈ ഫോർമലായിട്ട് ഡ്രസ്സ് ചെയ്താലും വേണമെങ്കിൽ സ്മാർട്ട് വാച്ച് കെട്ടിക്കൊണ്ടുപോകുന്ന ആളാണ്. അപ്പം മറ്റേ വൈഫ് ഇഫക്റ്റ് വന്ന പോലെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ആൾക്ക് ഫാഷൻ സെൻസ് ഇങ്ങനല്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ ആൾക്ക് ഈ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഫോർമൽ വെയറിൻ്റെ കൂടെ കളർ യൂസ് ചെയ്യുന്നൊരു വാച്ചാണ്. ആക്ച്വലി നമുക്കും കെട്ടാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ ഡയലാണ്. ബട്ട് ഇറ്റ് ലുക്സ് വെരി നൈസ് ആൻഡ് യു കാൺ റിയലി ഗോ റോങ് വിത്ത് ടൈറ്റൻ വാച്ച്. പ്രൈസ് ഐ തിങ്ക് 6,500 to 7,000 ആ റേഞ്ചിൽ എന്തായിരുന്നു പ്രൈസ്. ദ ഫീൽ ഇസ് വെരി ഗുഡ്. ഒരു ഫിറ്റ് ആണെങ്കിലും അങ്ങനത്തെ ഒരു ഇതാണ്. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ആൾക്കൊരു റഗഡ് ലുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഹി പിക്ഡ് ദിസ്. ആളിങ്ങനെ റഗഡ് ലുക്ക് വേണം, അതാണ് റിക്വയർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലീ കൂപ്പറിൻ്റെ ഈ ഒരു വാച്ച് പിക്ക് ചെയ്തു. ഗ്രേ ആൻഡ് ബ്ലൂ ആണ് ഇതിൻ്റെ സ്ട്രാപ്പ് വരുന്നത്. ആൻഡ് ദിസ് ദ ഡയൽ. ദിസ് വൺ ഐ തിങ്ക് പ്രൈസ്ഡ് അറൗണ്ട് 4,000 rupees എന്തോ ആയിരുന്നു. ഇങ്ങനത്തെ വാച്ചുകളും എനിക്ക് ഇഷ്ടമാണ്. ജീൻസൊക്കെ ഇടുന്ന സമയത്ത് ഐ തിങ്ക് ഇങ്ങനത്തെ വാച്ചുകൾ ഇടാം. ഇതാകുമ്പോൾ പിന്നെ മറ്റേ സ്ട്രാപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഇതിപ്പം എനിക്ക് വേണ്ടി കൂടെയാണോ ഞാൻ വാങ്ങിച്ചതെന്ന് ആൾ ഇടയ്ക്കിടയ്ക്ക് സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ഞാനങ്ങനെ ഇടാറൊന്നും ഇല്ല, പക്ഷേ ഞാൻ ഇപ്പോൾ ജീൻസൊക്കെ ഇടുന്ന സമയത്ത് ഐ ക്യാൻ വെയർ ഇറ്റ് ആൻഡ് ഇറ്റ് വോണ്ട് ലുക്ക് ഓക്വേർഡ് ഓൺ മൈ ഹാൻഡ് ദോ. ബട്ട് യാ, ആൾക്ക് എന്നെക്കാളും കുറച്ചും കൂടി ഒരു മെലിഞ്ഞ കൈയാണ്. സോ ദിസ് ഇസ് എ വാച്ച് ദാറ്റ് ഹി യൂസസ്. ഇത് മിക്കവാറും ഓഫീസിലൊക്കെ വളരെ കോമൺ ആയിട്ട് ആൾ ഉപയോഗിക്കുന്ന ഒരു വാച്ചാണ്. ഫുൾ ഗോൾഡൻ വാച്ച് ഇടുന്ന സമയത്ത് ആൾക്ക് ഭയങ്കര മടിയാണ്, എന്തോ അത് ഭയങ്കര ഓക്വേർഡ് ആണെന്നാണ് ആൾ പറയുന്നത്. ബട്ട് ബോത്ത് ഓഫ് ദീസ് ഐ പേഴ്സണലി ലൈക്ക്. ദിസ് ഇസ് ഓൾസോ ഇൻ മൈ വാച്ച് കളക്ഷൻ. ഹെലിക്സ് എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഈ ബ്രാൻഡ് ടൈമെക്സ് ആണ് കേട്ടോ, ഹെലിക്സ് ബൈ ടൈമെക്സ്. ഐ തിങ്ക് ഈ സൊണാറ്റ പോസ്, ഫാസ്ട്രാക്ക് VYB അതുപോലത്തെ ഒരു കോൺസെപ്റ്റാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ വാച്ച് ഇപ്പോൾ ഞാൻ കാണുന്നില്ല. ഇത് ഞാൻ ഒരു 5 years മുന്നേ വാങ്ങിയതാണ്. എനിക്ക് ഈ വാച്ചിൻ്റെ ഡിസൈൻ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ഡയലാണെങ്കിലും മൊത്തത്തിൽ ഈ കേസ് സൈസ് ഇച്ചിരി വലുതാണല്ലോ. അപ്പം ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. എനിക്കിടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വാച്ചാണ്. ഞാൻ ഓഫീസിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാച്ചാണ്. ആൻഡ് ദ ഡിസൈൻ ഈസ് വെരി ഗുഡ്. ഡയലാണെങ്കിലും നല്ലതാണ്. ഒരു വട്ടം എന്തോ ബാറ്ററി മാറ്റി, വേറെ അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ദിസ് എ ഡിസൈൻ ദാറ്റ് ഐ റിയലി ലൈക്ക്. റെഡ് കളറും. ഞാൻ ഒരു സമയത്ത് എല്ലാ കളർ ഡയലും വാങ്ങാൻ നടന്നു. അതൊരു വിധം ഞാൻ ഒപ്പിച്ചു, പച്ചയും ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്നാൽ ഇനി വാച്ച് ബ്രാൻഡുകളിലേക്ക് ഇറങ്ങാം എന്നുള്ള ആ ഒരു ഐഡിയ ഉദിച്ചത്. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇവിടെ ഇപ്പോൾ ഒരു ഉത്സവ പറമ്പ് പോലെയാണ് കിടക്കുന്നത്. വാച്ചുകൾ ഇങ്ങനെ വാരിയിട്ടിരിക്കുകയാണ്, എല്ലായിടത്തും പാക്ക് ചെയ്യണം. കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി, ബട്ട് ഐ ഹോപ്പ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ. പ്രോഡക്റ്റ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ബട്ട് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.